ഒരു സാധാരണ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ വന്ന് മലയാള സിനിമയെ ഏറെക്കുറെ കയ്യിലാക്കത്തക്ക രീതിയിൽ ബിസിനസ് പ്ലാനുകളും തന്ത്രങ്ങളും ഒക്കെ അറിയാവുന്ന ഒരു നടൻ ഇത്രയും വിഡ്ഢിത്തരം 1.5 കോടി രൂപ പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തെന്ന് പറഞ്ഞിട്ട് 10,000 രൂപ അഡ്വാൻസ് മേടിച്ചിട്ട് ഇത് ചെയ്യുന്ന ലോകത്തെ ഏറ്റവും വലിയ ഗജഫ്രാഡല്ലേ അവൻ. പൾസർ സുനി ഇത് ചെയ്തു, അവൻ ഇങ്ങനെ ചെയ്തു. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? ദിലീപിൻ്റെ പേരവൻ പറഞ്ഞു. ചിലപ്പോൾ അത് അഖിൽ ചിന്തിച്ച ഒരു ഇന്റൻഷൻ ആയിരിക്കില്ല പുള്ളി ചിന്തിച്ചതെങ്കിൽ. എവിടെ എന്തടിസ്ഥാനത്തിലാണ് പൾസർ സുനി ദിലീപിൻ്റെ പേര് പറഞ്ഞത്? ദിലീപിനെയും സുനിയെയും തമ്മിൽ ബന്ധിപ്പിക്കത്തക്ക ഒരു തെളിവുകളും കേരള പോലീസിന് കിട്ടിയിട്ടില്ല. ഇപ്പം അഖിൽ മാരാർ പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ പറഞ്ഞു വരുന്നത് ഇത് ശരിക്കും ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണെന്നാണ് ദിലീപിലേക്ക് എത്തുന്നത്. അതായത് യഥാർത്ഥത്തിൽ അന്വേഷണം നടക്കുന്നത് എന്താണെന്നറിയാവോ? പൾസർ സുനി ഇത് ചെയ്തു, അവൻ ഇങ്ങനെ ചെയ്തു. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? ദിലീപിൻ്റെ പേരവൻ പറഞ്ഞു. അത് സത്യത്തിൽ പോലീസ് സീരിയസ് ആയിട്ട് അന്വേഷിക്കേണ്ട മാറ്ററും അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കേണ്ട മാറ്ററും എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് പൾസർ സുനി ദിലീപിൻ്റെ പേര് പറഞ്ഞത്? ദിലീപിനെയും സുനിയെയും തമ്മിൽ ബന്ധിപ്പിക്കത്തക്ക ഒരു തെളിവുകളും കേരള പോലീസിന് കിട്ടിയിട്ടില്ല. പിന്നെ ഇയാളുടെ ഫോൺ പിടി, ഇപ്പം അതായത് ഞാൻ പറഞ്ഞത്, ഞാൻ ദിലീപുമായിട്ട് ആദ്യമായിട്ട് സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു കേവലം ഒരു മാസങ്ങൾക്ക് മുമ്പാണ്. ഞാൻ ഈ മൂവി വേൾഡ് മീഡിയയിൽ തന്നെ ഈ വിഷയം പറഞ്ഞ സമയത്ത് അത് കേട്ടതിന് ശേഷമാണ് ദിലീപ് ഏട്ടൻ ഞാനുമായിട്ട് സംസാരിച്ചത് പോലും. അതിൽ നന്ദിയുണ്ട്. എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ സത്യം തെളിയും. ഒരാളെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, എനിക്കതൊരു സന്തോഷമുണ്ട്. ഇത് പറയാൻ വേണ്ടി മാത്രമാണ് എന്നെ വിളിച്ചത്. ഞാനും പറഞ്ഞ് സന്തോഷത്തിലാണ്. അതിന് മുമ്പ് ഞാൻ 2017 തൊട്ട് മാതൃഭൂമിയിൽ ആ ചർച്ചയിൽ വന്ന് അന്ന് തൊട്ട് സംസാരിക്കുന്ന ഒരു മാറ്ററാണ് ഇത്. ഇവിടെ നിങ്ങളുടെ തന്നെ ഒരു ചാനലിൽ പോയൊരു സാധനമായിട്ടാണ് ഞാൻ കുറച്ചുകൂടി ക്ലാരിറ്റി ഇപ്പോൾ പറഞ്ഞത്. കാരണം വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ഇത് ഭയങ്കരമായി പൊളിയത്തക്ക ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു ഇൻറ്റൻഷൻ ആയിരുന്നില്ല ഇത് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കെങ്കിൽ താങ്കൾ പറയുന്നത് വെറുതെ ആവില്ലേ? ഏതാ? ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഒരാൾ ഓടുന്ന നഗരമധ്യത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ആക്രമണം ചെയ്യുന്നു, അതങ്ങനെ ചെയ്യിക്കാൻ ഈ ചെയ്യിപ്പിച്ച ആൾ മണ്ടനാണോ എന്നുള്ള ഒരു ആരോപണ വിധേയനായി നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ച് താങ്കൾ പറഞ്ഞു. ചിലപ്പോൾ അത് അഖിൽ ചിന്തിച്ച ഒരു ഇൻറ്റൻഷൻ ആയിരിക്കില്ല പുള്ളി ചിന്തിച്ചതെങ്കിൽ. അല്ല, ഏത് ഇൻറ്റൻഷൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇത് ഇപ്പോഴും ഈ വളരുന്നവൻ വളരെ ശ്രദ്ധിച്ച കാര്യങ്ങൾ ചെയ്യൂ. അടിസ്ഥാനപരമായിട്ട് ഈ ഒരുപാട് സക്സസ് ആയി നിൽക്കുന്ന ഒരു വലിയ വിവരക്കേടുകൾ കാണിക്കാൻ ശ്രമിക്കാറില്ല. കാരണം നഷ്ടം അവർക്കായിരിക്കും എപ്പോഴും വരുന്നത്. പിന്നെ അവർക്കൊന്ന് വരട്ടാം. അതായത് ഇപ്പം പൊതുവേ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർ അതിനെ സിനിമയിൽ നിന്ന് ഒഴിവാക്കി കളയും, അല്ലെങ്കിൽ ഇനി മലയാള സിനിമയിൽ നീ ഉണ്ടാവത്തില്ല, ഇങ്ങനെയൊക്കെ പറയാം. ഇങ്ങനെയൊക്കെ വാശിയും ദേഷ്യമൊക്കെ കാണിച്ച് വേറെ ആൾക്കാർ, അതായത് ഒരു ഡയറക്ടറെ വിളിച്ച് പറയാം, അതെ ഇന്ന ആളെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ സിനിമയ്ക്ക് അത് പണി തരും കേട്ടോ, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനകത്ത് പ്രശ്നം വരും. ഇതൊക്കെ പറയാനുള്ള ശേഷി പുള്ളിക്കുണ്ടാവും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിവാക്കാം. ഇത്തരമൊരു ആക്ടിവിറ്റി, ഇങ്ങനൊരു ക്രൂരമായ കാര്യം ചെയ്തുകൊണ്ട് തൻ്റെ ഒരു കാര്യം നേടിയെടുക്കേണ്ട ആവശ്യം പുള്ളിക്കില്ല. കാര്യം ഓൾമോസ്റ്റ് ഈ പറയുന്ന കുട്ടി മലയാള സിനിമയിൽ നിന്ന്, അതായത് കരിയറൊക്കെ പതിയെ ഗ്രാഫ് താഴേക്കാണ്. അതായത് കരിയർ ഓൾമോസ്റ്റ് എൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് ആ സമയത്തും. അല്ല, എനിക്ക് തോന്നുന്നു ആ സമയത്ത് മലയാളത്തിലും അതിപ്പോൾ പിന്നെ ഇത് ചെയ്താൽ ഇങ്ങനൊരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് ഒരാളുടെ ജീവിതം തകർക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു വിഡ്ഢിത്തരം, ഇത്രയും വിഡ്ഢിത്തരം, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ദിലീപിനെ പോലൊരാൾ ഒരിക്കലും പ്ലാൻ ചെയ്യാനുള്ള ഒരു സാധ്യതയും ഉണ്ടാവില്ല എന്നതാണ് റിയാലിറ്റി. പിന്നെ മാത്രമല്ല, പോലീസിന് സുനിയെയും ദിലീപിനെയും തമ്മിൽ കണക്ട് ചെയ്യത്തക്ക തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. 376B എന്ന് പറയുന്ന വകുപ്പ് 20 വർഷം ശിക്ഷിക്കാൻ പറ്റുന്നൊരു വകുപ്പാണ്. ഈ വകുപ്പിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ചിട്ടാണ് ഈ ജാമ്യം കൊടുക്കുന്നത്. അതായത് നമുക്ക് ഏത് വകുപ്പാണെന്നുണ്ടെങ്കിൽ ആ വകുപ്പിനൊരു ഗ്രാവിറ്റി ഉണ്ടാവും. ഇപ്പം 307 എന്ന് പറയുന്നൊരു വകുപ്പുണ്ട്, വധശ്രമം. 308 എന്ന് പറയുന്ന വകുപ്പുണ്ട്, വധശ്രമം. രണ്ടും വധശ്രമമാണെന്നുണ്ടെങ്കിലും ഒന്ന് കരുതി കൂട്ടിയിട്ടുള്ള വധശ്രമമാണ്. അതായത് നമ്മൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തന്നോട് പെട്ടെന്ന് ദേഷ്യം ഉണ്ടാവുകയും ഞാൻ കൈ കിട്ടിയൊരു സാധനം എടുത്ത് നിങ്ങളെ അടിച്ച സമയത്ത് പെട്ടെന്ന് മരണകാരണമാവുന്നൊരു കുഴപ്പമുണ്ടായി എന്ന് വെച്ചോളൂ. അതല്ല, നിങ്ങൾ പോകുന്ന വഴിയിലെല്ലാം ഞാൻ കാത്തു നിന്നിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതാണ് ഈ വകുപ്പുകളുടെ, രണ്ടും വധശ്രമമാണെന്നുണ്ടെങ്കിലും വകുപ്പുകളിലുള്ള വ്യത്യാസം. അതിനനുസരിച്ചിട്ട് തന്നെ ജാമ്യം കൊടുക്കുന്നതിൽ വ്യത്യാസമുണ്ട്. 308 ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പെട്ടെന്ന് ജാമ്യം കിട്ടാം. 307 ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മിനിമം 1 മാസം അല്ലെങ്കിൽ 42 ദിവസം കിടന്നേക്കാം, 28 ദിവസം കഴിഞ്ഞാൽ കിട്ടും. 308 14 ദിവസം കഴിഞ്ഞാൽ കിട്ടും. അതേ കണക്ക് 376B എന്ന് പറയുന്ന ഒരു വകുപ്പാണ് ഈ പറഞ്ഞ വിഷയത്തിൽ ദിലീപിന് മുകളിലേക്ക് ഇട്ടേക്കുന്നത്. ആ വകുപ്പിൻ്റെ ഒരു ഗ്രാവിറ്റിയിൽ, ഈ സെയിം വകുപ്പിൻ്റെ ഗ്രാവിറ്റിയിലാണ് പൾസർ സുനിയൊക്കെ ഇപ്പോഴും റിമാൻഡിൽ കിടക്കുന്നത്. റിമാൻഡാണെന്ന് ആലോചിക്കണേ. ഇത്രയും വർഷം റിമാൻഡാണ്. അത് ദിലീപിന് ജാമ്യം കിട്ടിയെന്ന് പറയുന്നത് തന്നെ കോടതിക്ക് ബോധ്യപ്പെടും. ഇല്ലെങ്കിൽ ദിലീപിനെ അതായത് ഒരു കാര്യം കൂടെ കണക്ട് ചെയ്ത് ഞാൻ ക്ലോസ് ചെയ്യാം. ഒരാൾ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വളർന്നുകൊണ്ടിരിക്കുന്ന ആൾക്ക് വലിയ ശത്രുക്കൾ ഇപ്പുറത്തുണ്ടായിക്കൊണ്ടേയിരിക്കും.
ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒന്നിച്ചതായിക്കൂടെ എന്നും കൂടിയുള്ള ഒരു സംശയം. പിന്നെ ഇതൊക്കെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഇതേപോലെ ഒരു ഇൻ്റർവ്യൂവിൽ എനിക്ക് വന്നിരിക്കണം, അഭിമാനത്തോടുകൂടി വന്നിരിക്കണം. അന്ന് എല്ലാവരും അടിയിൽ കമൻ്റ് എഴുതണം, അഖിൽ മാരാർ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു. പക്ഷേ അഖിൽ, ഈ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്, ഇപ്പം താങ്കൾ പറഞ്ഞു കേരള പോലീസ് ഭയങ്കരമായിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ ലോകത്തെ ഏറ്റവും മിടുക്കുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന്. കുറ്റം തെളിയിക്കാനും ഫാബ്രിക്കേറ്റ് അതെ. അപ്പം ഇങ്ങനെ ഒരു താങ്കളെ പോലെ, അല്ലെങ്കിൽ ഇപ്പം താങ്കൾ പറയുന്ന വാക്കുകൾക്ക് ചെവി കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. താങ്കൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ നിലവിലെ സിസ്റ്റത്തെ, അല്ലെങ്കിൽ കേരളത്തിലെ ജുഡീഷ്യറി ആണെങ്കിലും അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഇത് ജനങ്ങൾക്കൊരു ഉപകാരപ്രദമല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നീതി ലഭിക്കില്ല എന്നുള്ള ഒരു കോണ്ടന്റ് അല്ലേ താങ്കൾ കൊടുക്കുന്നത്? അല്ല, അങ്ങനല്ല. അതായത് ഇപ്പം പേര് മാറി പോലീസ് പിടിച്ചുകൊണ്ട് പോയി തല്ലിക്കൊന്നിട്ടുണ്ട്. വാരാപ്പുഴയിൽ ശ്രീജിത്ത് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനെ പേര് മാറിയിട്ടാണ്, അതായത് മറ്റൊരു ചെറുപ്പക്കാരൻ്റെ പേരിൽ അവൻ വേറൊരു പയ്യനെ, അതൊരു ദളിത് ചെറുപ്പക്കാരനാണ്, തല്ലിക്കൊന്നിട്ടുണ്ട്. മുടി മുറിക്കാത്തതിൻ്റെ പേരിൽ വിനായകൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പോലീസുകാരടിച്ചു കൊന്നിട്ടുണ്ട് എന്ന് കരുതി കേരളത്തിലുള്ള എല്ലാ പോലീസുകാരും ഇങ്ങനെ എന്നുള്ളതൊന്നും അല്ല അർത്ഥം. പോലീസ്, അതാ ഞാൻ പറയുന്നത്, ഒരേ സമയം തന്നെ കേസിനെ മനോഹരമായി ഫാബ്രിക്കേറ്റ് ചെയ്യാനും ഒരേ സമയം തന്നെ മനോഹരമായി കേസ് തെളിയിക്കാനും ഇവർക്ക് ശേഷിയുണ്ട്. പക്ഷേ ഇവരെല്ലാം സ്വാധീനത്തിലാണ്. ഓരോ കേസിൻ്റെ കാര്യങ്ങളിലും ഇവരെല്ലാവരും വ്യത്യസ്ത തലങ്ങളിൽ സ്വാധീനത്തിലാണ്. എന്തിനായിരിക്കണം ദിലീപിന്, ഇപ്പൊ താങ്കൾ പറയുന്നതനുസരിച്ചിട്ട് എന്തിനാ അത്രയും ഒരു തരത്തിലേക്ക് പോവേണ്ട ആവശ്യമുണ്ട്? വളർച്ച എന്ന് പറയുമ്പോൾ ഒരാളെ തകർക്കാൻ പല മാർഗങ്ങളും നോക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്പി നാരായണൻ എന്ന് പറയുന്ന മനുഷ്യനെതിരെ ഇവിടെ കേസെടുത്ത് ഇട്ടതാരാ? അത് കേരള പോലീസ് തന്നെയല്ലേ. എത്രയോ കാലം ആ മനുഷ്യനെ വേട്ടയാടി. പിന്നീട് ഇപ്പം അയാൾ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ നശിപ്പിച്ച് നാരായണക്കല്ലടിച്ച് കളഞ്ഞതിന് ശേഷം ഇന്ന് നമ്മളിരുന്നിട്ട് പറയുകയാണ്, അയ്യോ അന്ന് കാണിച്ചത് ശരിയായില്ല. ഇപ്പം ദിലീപിനെ അവർ എവിടെയാണ് ദിലീപിനെ ഒതുക്കേണ്ടത്? കൊച്ചിയിലെ നഗരത്തിൽ മലയാള സിനിമയെ നിയന്ത്രിക്കത്തക്ക ഒരു ശക്തിയായി ദിലീപ് വളരുന്നു. ഇവനെ ഏത് വിധേനയും പണിയണം, ഇല്ലെങ്കിൽ നമുക്കെല്ലാം നഷ്ടമാണെന്ന് കരുതി ഇപ്പുറത്ത് ഒരു സിനിമ പോലെ കണ്ടാൽ ഇപ്പുറത്ത് ഒത്തുകൂടുന്ന ഒരു വിഭാഗം ആൾക്കാർ. അപ്പോൾ അവരുടെ ആ ഒത്തുകൂടലിൽ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ അല്ല തകർക്കേണ്ടത്. ദിലീപ് എന്ന് പറയുന്ന സിനിമാ നടനെ, ദിലീപ് എന്ന് പറയുന്ന നിർമ്മാതാവിനെ, ദിലീപ് എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടർ, അതായത് ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ പ്രസിഡന്റ്, പ്രൊഡ്യൂസർ അസോസിയേഷനിലെ ശക്തൻ. ആ സമയത്ത് തിയേറ്റർ സംഘടന പൊളിയുന്നു. ലിബർട്ടി ബഷീറും സംഘടനാ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ലിബർട്ടി ബഷീറിനെ മാറ്റിക്കൊണ്ട് ദിലീപിൻ്റെ നേതൃത്വത്തിൽ പുതിയ തിയേറ്റർ സംഘടന വരുന്നു. അയാൾ അതിൻ്റെ പ്രസിഡൻ്റാവുന്നു. മലയാള സിനിമയുടെ ട്രഷറർ തുടങ്ങി സകല കാര്യങ്ങളിലും സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരാൾ, അയാളെ ഏത് വിധേനയും തകർക്കണം, അയാളുടെ കരിയർ ഇല്ലാതാക്കണം എന്ന് കരുതി നോക്കുന്ന ആൾക്കാർക്ക് ഒരു വലിയൊരു കാരണം കിട്ടുകയാണ്. ആ കാരണത്തെ ഫോക്കസ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇവർ കരുതി കൂട്ടി കളിച്ചാലും എന്ത് അല്ല ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അതിലൂടെ സംഭവിച്ച് ആലോചിച്ച് നോക്കൂ. പരിപൂർണമായും ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ്റെ കരിയർ ഏറെക്കുറെ ഇന്നൊക്കെ എത്തുമ്പോഴത്തേക്ക് ഇല്ലാതായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സിനിമകൾ മോശമായതുകൊണ്ടാണ് പരാജയപ്പെട്ടത്, അല്ലാതെ പുള്ളിക്ക് ഈ ഒരു പ്രശ്നം ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒരാളുടെ മനസമാധാനം നഷ്ടപ്പെടുത്തി ജീവിതം തകർത്ത് കഴിയുമ്പോൾ സ്വാഭാവികമായും അയാളുടെ ചിന്തകളെല്ലാം തന്നെ പാളിക്കൊണ്ടേയിരിക്കും. ഇനി ഈ കേസിൽ നിന്ന് പുള്ളിയെ കുറ്റവിമുക്തനാക്കിയെന്ന് വെച്ചോളൂ, ഇയാൾക്ക് ഈ നഷ്ടപ്പെട്ട കഴിഞ്ഞ 7-8 വർഷക്കാലം ആര് തിരിച്ചു കൊടുക്കും? അതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ എങ്കിലും നിയമ സംവിധാനങ്ങൾ, അല്ലെങ്കിൽ ഇത് ആക്രമണത്തിനിരയായ പെൺകുട്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചുറ്റുമുള്ള ഇത്രയും വലിയൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി, അല്ലെങ്കിൽ വലിയ ഫാബ്രിക്കേഷൻ ഒന്നും ചെയ്യേണ്ടെന്നേ, ഈ വകുപ്പ് അടിച്ചു ചുമത്തിയാൽ മതി. അതായത് അപ്പം ഞാനിപ്പോൾ അന്ന് വിളിച്ചപ്പോൾ ദിലീപേട്ടൻ തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അതിൽ എന്നെ ചോദ്യം ചെയ്യാൻ. അപ്പം ഇതിനകത്ത് ഏറ്റവും വലിയ രസകരമായ ഒരു കാര്യം, തെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊരു തോന്നൽ വരുന്നൊരുത്തൻ കേരള പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ പോവും. ഇനി തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തന്നെ വെച്ചോ, ഇല്ല പോലീസ് നമ്മളെ കൊടുക്കാൻ നിൽക്കുകയാണെന്നൊരു തോന്നൽ നമുക്ക് വന്നാൽ നമ്മൾ മുൻകൂർ ജാമ്യം എടുക്കാൻ നോക്കും. അത് ചെറിയവനായാൽ പോലും മാറി നിന്നിട്ട് എങ്ങനെങ്കിലും ഒരു മുൻകൂർ ജാമ്യം എടുക്കാൻ നോക്കും. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം എനിക്കതിൽ ഒരു സൈബർ കേസ് കൊടുത്തു. ഞാൻ അന്നേ ദിവസം എറണാകുളത്ത് നിന്ന് വണ്ടി ഓടിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ആ പോലീസുകാർ എന്നെ 5 മണിക്കൂർ ചോദ്യം ചെയ്തെന്ന് വേണമെങ്കിൽ പുറത്ത് പറയാം. കാര്യം ഏകദേശം 5 മണിക്കൂറോളം ഞാൻ ഉള്ളിലുണ്ടായിരുന്നു. ഞങ്ങൾ വെറുതെ തമാശയും പറഞ്ഞ് എനിക്കെതിരെ പരാതി കൊടുത്ത ആളുടെ കാര്യങ്ങളിലും അതിൻ്റെ മറ്റു കാര്യങ്ങളിലും ഒക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ചുമ്മാതെ പല വിഷയങ്ങളും സംസാരിച്ച് അവിടെ ഇരുന്ന് ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത്. കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു, സാർ ഇതിനകത്ത് ഏത് വകുപ്പിട്ട് കേസെടുക്കുക, എന്താണ് എനിക്കെതിരെയുള്ള ഒഫൻസ്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അപ്പോൾ അവർ പറഞ്ഞിട്ട് അറിയാമല്ലോ സ്ത്രീകൾക്കെതിരെയുള്ള ഇങ്ങനെയൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചത്. ദിലീപേട്ടൻ എന്നോട് എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, പുള്ളിയെ ചോദ്യം ചെയ്യാൻ പറഞ്ഞ് വിളിപ്പിച്ച് 13 മണിക്കൂർ ഇരുത്തിയതിൽ ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ പരമാവധി ഇവർ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. ബാക്കി മിക്ക സമയവും പുള്ളി അവിടെ തമാശ പറഞ്ഞിരിക്കുകയായിരുന്നെന്നും അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നെന്നും 13 മണിക്കൂർ ദിലീപിനെ തുടർച്ചയായി ചോദ്യം ചെയ്തു എന്ന വാർത്ത പുള്ളി പുറത്തിറങ്ങി കണ്ടപ്പം പുള്ളി തന്നെ ഞെട്ടിപ്പോയെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. കാരണം അകത്തെന്താ സംഭവിച്ചെന്ന് പുള്ളിക്കറിയാം. പിന്നെ ഇങ്ങനൊരു വകുപ്പ് ഒരു FIR ഇട്ട് ഇപ്പം ഇതേ സാധനം ഇപ്പം എൻ്റെ കാര്യത്തിൽ ഞാൻ വേണേൽ പറയാം. ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് അവിടെ ചെല്ലുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ മര്യാദക്കാരനായതുകൊണ്ടും
നീതിബോധമുള്ള ഒരാളായതുകൊണ്ട് മേൽഘടകത്തിൻ്റെ സ്വാധീനത്തിന് വഴങ്ങാൻ അദ്ദേഹം തയ്യാറായിട്ടില്ലെന്ന് തന്നെ പുള്ളിക്ക് ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അയാൾക്ക് വേണമെങ്കിൽ എനിക്കെതിരെ സ്ത്രീകളെ അപമാനിച്ചു എന്നുള്ളൊരു കാരണം പറഞ്ഞുകൊണ്ട് ഒരു വകുപ്പങ്ങ് ഇട്ടാൽ ഞാൻ അവിടെ ഇരിക്കുകയാണ്. ആ സ്പോട്ടിൽ എന്നെ റിമാൻഡ് ചെയ്തിട്ട് അവരെന്നെ ജയിലിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യും? ഇപ്പോൾ 2 ദിവസമെങ്കിൽ 2 ദിവസം, 3 ദിവസമെങ്കിൽ 3 ദിവസം ഞാൻ ജയിലിൽ കിടന്നിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റൂ? ഞാൻ എന്തോ തെറ്റ് ചെയ്തു? ഇപ്പോൾ കേരള മറ്റേ നാട് മുഴുവൻ എൻ്റെ പേരിൽ അടിച്ചു വരും. സ്ത്രീകളെ അപമാനിച്ചതിൻ്റെ പേരിൽ പുള്ളി ജയിലിൽ കിടന്ന ഒരാളാണെന്നേ വരത്തുള്ളൂ. പോലീസ് ഒരു FIR ഇടുന്നതിന് മുമ്പ് നടത്തേണ്ട കാര്യങ്ങളോ തെളിവുകളോ ഒന്നും പരിശോധിക്കാതെ ഒരാളെ ചോദ്യം ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്. അയാൾ ആ പോയി ഇരുന്നത് തന്നെ. അത് മാത്രമല്ലല്ലോ, ഞാനിതിനു മുമ്പ് ഹൈദരോടും പറഞ്ഞിട്ടുണ്ട്, അന്ന് മാതൃഭൂമിയുടെ വേണു അദ്ദേഹത്തെ കളിയാക്കിയ സമയത്ത് ഇദ്ദേഹം ചൂടാവുകയാണ് ചെയ്തത്. അങ്ങനെയൊക്കെ ചെയ്യൂ ആരെങ്കിലും സാധാരണ. അതായത് ഞാൻ കുടുങ്ങും. നിങ്ങൾക്കൊക്കെ സൗഹൃദങ്ങളുണ്ട്. ആരെങ്കിലുമൊക്കെ ഒരാൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ആരോടെങ്കിലും മോശമായി പെരുമാറുകയോ മറ്റെന്തെങ്കിലും പ്രശ്നത്തിൽ പോയി ചാടുകയോ കുടുങ്ങുകയോ ചെയ്യുന്നൊരു ഘട്ടം വരികയും അതിന് തൊട്ട് മുമ്പ് അത് കുടുങ്ങാൻ പോവുകയാണെന്ന് നിങ്ങളെ ഒന്ന് അറിയിച്ചാൽ ഏത് വിധേനയും അതൊന്ന് സെറ്റിൽ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട് ആര് വിളിച്ചാലും നമ്മൾ താന്ന് നിന്ന് സംസാരിച്ച് കാരണം അയ്യോ ഒന്നുവനെ വിഷയം ഉണ്ടാക്കല്ലേ എന്ന് പറയും. ഇപ്പം നിങ്ങൾ മാധ്യമപ്രവർത്തകരാ, ഇപ്പം ഞാൻ പറഞ്ഞ നിങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഇച്ചിരി കാശ് മേടിക്കാൻ നടക്കുന്ന മാധ്യമപ്രവർത്തകർ ഈ ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ട് അപ്പോൾ അവർക്കൊരു പർട്ടിക്കുലർ കാര്യം കിട്ടുന്നു. അതെ, നിങ്ങളാകെ നടത്തിയ കാര്യത്തെക്കുറിച്ചുള്ള ന്യൂസ് ഞങ്ങളെ കിട്ടിയിട്ടുണ്ട്, ഞങ്ങളത് പുറത്ത് വിടും. അയാളെ ചീത്ത വിളിക്കുകയോ മറ്റോ, നീ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാൽ നീ അങ്ങ് പുറത്ത് വിടറാ. അങ്ങനെ പറയണമെങ്കിൽ നീയൊക്കെ എന്ത് പുറത്ത് വിട്ടാലും ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ലെന്നുള്ള ബോധ്യം കൊണ്ടായിരിക്കും. ഞാൻ വിളിക്കാം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് നേരിട്ടൊന്ന് കാണാൻ പറ്റുമോ എന്നാണ് അവൻ സംസാരിക്കുന്നതെങ്കിൽ അവൻ ആ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും അവൻ നാളെ കുടുങ്ങുമെന്നുള്ള ഉറച്ച ബോധ്യമാണ്. അപ്പോൾ ഇവിടെ മാധ്യമങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ദിലീപ് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നു, മാധ്യമപ്രവർത്തകരെ കുറിച്ച് ആക്ഷേപിച്ച് തന്നെ സംസാരിക്കുന്നു. അതിനുശേഷം പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചുടനെ പോകുന്നു. ഞാൻ ഈ ചിന്തിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഇതെല്ലാം തന്നെ ഞാൻ കണ്ടെത്തുന്നത് ഒരു സാധാരണ മനുഷ്യൻ്റെ ബേസിക് ചിന്താഗതിയിൽ നിന്നുകൊണ്ട് കൂടിയാണ്. നമ്മൾക്ക് തെറ്റ് ചെയ്തിട്ടില്ലെന്ന ബോധ്യമാകാം നമ്മളെ അവിടെ മുന്നോട്ട് നയിക്കുന്നത്. ഇല്ലെങ്കിൽ ദിലീപിന് കാശില്ലാഞ്ഞിട്ടാണോ? ദിലീപിന് ഏത് രാജ്യത്തും ദിലീപിന് മുങ്ങാമായിരുന്നല്ലോ ഇങ്ങനൊരു വാർത്ത വരുന്ന സമയത്ത് തന്നെ. കാരണം ഇതറിഞ്ഞല്ലോ, ഈ വാർത്ത വന്ന് സ്പ്രെഡായി തന്നെ ഒരുപക്ഷെ ചോദ്യം ചെയ്യാൻ വിളിക്കും. എന്തായാലും ഒരാളെ പിടിച്ചിട്ടുണ്ട്, പൾസർ സുനിയെ പിടിച്ചു. പൾസർ സുനി എത്ര ദിവസം കഴിഞ്ഞാൽ ദിലീപിൻ്റെ പേര് പറയുന്നത്? എത്രയോ ദിവസം കഴിഞ്ഞാൽ ദിലീപിൻ്റെ പേര് പറയുന്നത്. അപ്പോൾ ദിലീപ് അതാണ് പറഞ്ഞത്, ഈ ജയിലിനകത്ത് വെച്ച് ഇവനെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നുള്ളത്. ഇത് ശരിക്കും കോടതിയുടെ മുൻപിലിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടും അന്വേഷണം നടക്കുന്നത് കൊണ്ടും തന്നെയാണ് നമുക്ക് അതിനകത്ത് വ്യക്തമായിട്ട് അഭിപ്രായം പറയാൻ പറ്റാത്തത്. തീർച്ചയായിട്ടും 4 വർഷം കഴിയുമ്പോൾ സത്യം തന്നെ വിജയിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പം ഇതിനോട് ചേർത്ത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ആക്രമിക്കപ്പെട്ട നടിയോട് വ്യക്തി വൈരാഗ്യം തോന്നേണ്ട ആവശ്യമില്ല. കാരണം മഞ്ജു വാര്യരുടെ കേസ് പറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അതൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇപ്പം നമുക്ക് അടുത്ത് നടന്നൊരു സംഭവമാണ് രേണുക സ്വാമി കൊലക്കേസ് എന്ന് പറയുന്നത്, ദർശൻ കന്നഡ. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പാർട്ട്ണറെ പരിഹസിച്ചതിന് കൊണ്ടുള്ള ഒരു വൈരാഗ്യം കൂടിയാണ് രേണുകാസ്വാമി ഒരു കൊലക്കേസിലേക്ക് ദർശൻ എന്ന് പറയുന്ന ഒരു നായകനെ ചെന്നെത്തിച്ചത്. അപ്പം ഈ ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കാം. ഇപ്പം അതെ, പെട്ടെന്നുണ്ടാവുന്ന ഒരു വികാര വിക്ഷോഭത്തിൽ അല്ലെങ്കിൽ അവർക്കത് ഇത് ചെയ്തേക്കാം, ഒരുപക്ഷെ അദ്ദേഹം അല്ലെങ്കിൽ അത് ചെയ്യുന്നവർ അതിൻ്റെ പ്രത്യാഘാതമോ അല്ലെങ്കിൽ പിന്നുള്ള കാര്യങ്ങളോ ചിന്തിച്ച് ചെയ്താവണമെന്നുമില്ല. അപ്പോൾ ഈ ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സംഭവിക്കണമെങ്കിൽ ഒരാളോടുള്ള വിരോധം പെട്ടെന്നുണ്ടാവുന്നതാവണം. അതേസമയം അതിങ്ങനെ നിരന്തരം നിൽക്കുകയും അതായത് അയാൾ നമുക്ക് മുകളിലേക്ക് വളരണം, നമ്മൾ അയാളെ കൂടുതൽ തകർക്കണമെങ്കിൽ, അതായത് ഞാൻ ഒരാളെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവൻ എന്നെക്കാളും മുകളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ആ വിരോധം കൂടിക്കൊണ്ടേയിരിക്കുന്നത്. അതേസമയം അയാൾ നമുക്ക് താഴെയാണ് നിൽക്കുന്നത്. അതിങ്ങനെ കുറേ നാളുകൾ കൊണ്ടേ നിൽക്കുന്നൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാര വിക്ഷോഭത്തിൻ്റെ പുറത്ത് വിളിച്ചിട്ട് ഒരാളെ വിളിച്ചിട്ട് എന്നാൽ നീ ഒരു കാര്യം ചെയ്യുക, അവിടെ ഷൂട്ടിങ് കഴിഞ്ഞ് വരുന്ന ഒരാളെ വിളിച്ചിട്ട് ഇതങ്ങ് ചെയ്തേക്കെന്നൊന്നും ആരും പറയത്തില്ല. ഇതൊരു പ്ലാൻഡ് ഓപ്പറേഷനായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനൊരു പ്ലാനിങ് ഉണ്ടാവണം. കാരണം ഒരു വാഹനം വരണം, ആ വാഹനം നിർത്തിയിട്ട് വേറെ ആൾക്കാർ കയറണം, അതും നഗരമധ്യത്തിൽ കൂടെ വരുന്നൊരു വാഹനമാണ്, മറ്റുള്ളവർ കാണാം, ഇത് പല പ്രശ്നങ്ങളുണ്ടാവാം. ഒരു പക്ഷേ എന്തെങ്കിലും രീതിയിൽ ആ കുട്ടി അല്ലെങ്കിൽ ആ പെൺകുട്ടി ഒരു കുതിരി മാറാൻ ശ്രമിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് പിടിച്ച് വെട്ടിക്കുകയോ തെറ്റിക്കുകയോ ചെയ്താൽ ഈ വണ്ടി മറ്റെവിടെയെങ്കിലും പോയി തട്ടാം. പലവിധ അപകടങ്ങൾ ഉണ്ടാവാനും നമുക്ക് പിടിക്കപ്പെടാനുമുള്ള കാരണം ഇവർ സിനിമ ചെയ്യുന്നവരാണെന്നേ, ഒരു സിനിമയുടെ കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു സിനിമയുടെ തിരക്കഥ പോലെ പ്ലാൻ ചെയ്യാം. ഒരു സിനിമയുടെ അല്ലെങ്കിൽ കൊള്ളാവുന്ന സ്ക്രിപ്റ്റ് റൈറ്ററോട് ചോദിച്ചിട്ട് ഒരു നമുക്ക് ഇങ്ങനൊരു പ്ലാനുണ്ട്, ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്ന് ചോദിച്ചാൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ അയാളുടെ ഭാവനയിൽ നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കും. കാരണം നടക്കാൻ പോകുന്നത് മുൻകൂട്ടി എഴുതുന്നതാണല്ലോ സിനിമ. ഓരോ സീനുകളിലും എന്തായിരിക്കും സംഭവിക്കാൻ സാധ്യതകൾ എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത്രയും വിഡ്ഢിത്തരം, ഇതിപ്പം ദിലീപ് ആണോ അല്ലയോ എന്നുള്ളതല്ല, ഇത്രയും വിഡ്ഢിത്തരം അയാളെപ്പോലൊരാൾ ചെയ്തുകൊണ്ട് കുടുങ്ങാൻ പോകത്തില്ല. പൾസർ സുനിയെ അവനെ കൃത്യമായി ചോദ്യം ചെയ്ത് പോലീസോ അല്ലെങ്കിൽ കേരള പോലീസോ പുറത്തുള്ള ഏജൻസിയോ
ഇപ്പം നമ്മളെ DGP ശ്രീലേഖയ്ക്ക് ഉൾപ്പെടെ ഇതൊക്കെ മനസ്സിലായതാണ്. കേരള പോലീസിലെ പലർക്കും ഇതറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഗുണം സംഭവിച്ചതെന്ന് വെച്ചാൽ എന്താണോ ഇതുകൊണ്ട് പിന്നണിയിലിരുന്ന് ചിന്തിച്ച ആൾക്കാർ ഉദ്ദേശിച്ചത് അത് പൂർണ്ണമായും നടന്നു. അവർക്ക് ദിലീപ് എന്ന് പറയുന്ന ആളുടെ കരിയർ പരിപൂർണമായും ഏറെക്കുറെ ഇല്ലാതാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിലാണ് വിജയിച്ചു. ഈ തിരക്കഥ എഴുതിയാലും അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ആര് പ്രവർത്തിച്ചാലും ഇപ്പുറത്ത് ആക്രമിക്കപ്പെട്ടത് ഒരു സ്ത്രീയാണ്. ഇപ്പം അഖിൽ മാരാർ നേരത്തെ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ബിഗ് ബോസിൽ കാസ്റ്റിംഗ് കൗച്ചിനെതിരെ അല്ലെങ്കിൽ സ്ത്രീകൾക്കുണ്ടായ പ്രശ്നങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അവരുടെ ചൂഷണത്തിനെതിരെ നിരന്തരമായി സംസാരിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ നടി എതിർത്ത് പറയാനല്ലെന്നേ ഞാൻ പറഞ്ഞത്. ദിലീപ് ദിലീപാണ് ഇത് ചെയ്തത് എന്നുള്ളതിനെ എനിക്കൊരിക്കലും കാരണം ഒന്നാമത്തെ കാര്യം പോലീസിന് തന്നെ സപ്പോർട്ട് ചെയ്യുന്നൊരു കുന്തവും കിട്ടിയിട്ടില്ല. കേരള പോലീസിന് തന്നെ ഫാബ്രിക്കേറ്റഡ്, അവരെന്തിന് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഫോട്ടോ ഉണ്ടാക്കണം, എന്തിനു നാദൃശ്യെടുത്ത് നിങ്ങൾ ഇങ്ങനെ മൊഴി പറയണം എന്ന് പറയണം. ഇതിങ്ങനെ പറയുമ്പോൾ താങ്കൾക്ക് വ്യക്തമായ ധാരണയുണ്ടോ ഞാൻ പറയുന്നതാണ് സത്യം? 100%. ഞാൻ ബിഗ് ബോസ് ഇരുന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യത്തെ കപ്പ് എനിക്കാണെന്ന്. അത്രയും കോൺഫിഡൻസിൽ ഞാൻ പറയുകയാണ്. അത്രയും കോൺഫിഡൻസ്. ഒന്നെനിക്ക് പേഴ്സണലി അദ്ദേഹമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളും മറ്റു ചില കാര്യങ്ങളും എനിക്കറിയാം. അതായത് പുറത്ത് പറയാൻ പറ്റാത്ത മറ്റു ചില കാര്യങ്ങൾ എനിക്കറിയാം. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാർക്ക് സ്പോട്ടിൽ മനസ്സിലാവും ഞാൻ പറയുന്നത്. സ്പോട്ടിൽ മനസ്സിലാവും. ഞാൻ ഒറ്റ വരി പറഞ്ഞാൽ മതി. പക്ഷേ ആ ഒറ്റ വരി എനിക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു വരിയിൽ ഒരുപാട് മറ്റേ ഈ പറഞ്ഞ സമൂഹത്തിൻ്റെ മുന്നിലുള്ള ഈ സ്ത്രീപക്ഷവാദികളെല്ലാം കൂടെ എൻ്റെ നെഞ്ചത്ത് കയറും. ആ വരിക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അല്ലെങ്കിൽ അത് പറയാമെന്ന് ഒരു കാഷ്വൽ ടോക്കിൽ ഇത് എൻ്റെ അടുത്ത് കുറച്ച് സ്ത്രീകൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ കാഷ്വൽ ടോക്കിൽ ഒരു ഒറ്റ വരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ അഖിൽ പറഞ്ഞത് ശരിയെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് ആക്രമിക്കപ്പെട്ടവർക്ക് അല്ലെങ്കിൽ നീതി ലഭിക്കണം എന്നുള്ളത് തന്നെയാണ്. പൾസർ സുനി ജയിലിൽ കിടക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ നീതിയായി. കാരണം അവരായിരുന്നല്ലോ ഈ മര്യാദകൾ കാണിച്ച ആൾക്കാർ. പക്ഷേ ഇന്നൊരാൾ പറഞ്ഞിട്ടാണ് എന്ന് അവനെപ്പോലൊരു ക്രിമിനൽ പറയുന്നതിനെ എന്താണ് പോലീസ് ഇത് എന്താണ് പോലീസ്? ഇപ്പം ഞാൻ പറയുകയാണ് ഞാനൊരു തെറ്റ് ചെയ്തിട്ട് പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്തത് എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ പിടിച്ചകത്തിടാൻ പറ്റുമോ? അല്ലെങ്കിൽ നരേന്ദ്രമോദി പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത്, അല്ലെങ്കിൽ മോഹൻലാൽ പറഞ്ഞിട്ടാണ്, ശ്രീ മമ്മൂട്ടി പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ പിടിച്ച് പോലീസ് അങ്ങ് അകത്തിടുവോ? പോലീസ് അപ്പോൾ അന്വേഷിക്കണം. അഖിൽ ഒരാളുടെ പേര് പറഞ്ഞു, അപ്പോൾ അദ്ദേഹവും അഖിലും തമ്മിൽ കണക്റ്റഡ് ആവുന്നുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ഇവർ തമ്മിൽ എവിടെയൊക്കെ വെച്ച് പ്ലാനിങ്ങുകൾ നടത്തി, അതിനുവേണ്ടി എത്ര രൂപ കൈപ്പറ്റി, ആ കാര്യങ്ങളെല്ലാം കൃത്യമായി അന്വേഷിച്ച് തെളിവ് സഹിതം അത് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ മാത്രമേ ഈ ഗൂഢാലോചനയ്ക്ക് പോലീസിനും കോടതിയുടെ മുന്നിൽ കൃത്യമായിട്ട് എത്തിക്കാൻ പറ്റൂ. ഇതൊരു വകുപ്പ്, അതായത് 376B എന്ന് പറയുന്ന ഒരു വകുപ്പ് അയാളുടെ മുകളിൽ അങ്ങ് ചുമത്തിയാൽ ആ വകുപ്പിനുള്ള റിമാൻഡിൽ കിടന്നേ പറ്റൂ. ജാമ്യം കൊടുത്ത് എന്തുകൊണ്ടാണ്? കോടതിക്ക് മനസ്സിലായി പോലീസുകാർ വിവരക്കേടാ കാണിച്ചതെന്ന്. അല്ലെങ്കിൽ ഇത്രയും ക്രൂരകൃത്യം ചെയ്തിട്ട് കോടതി 86 ദിവസം ജാമ്യം കൊടുക്കൂ. എന്തുകൊണ്ട് സുനിക്ക് കൊടുത്തില്ല? 86 ദിവസം ജയിലിൽ അല്ലാതെ കിടന്നേ പറ്റൂ. എന്ത് ചെയ്യാൻ പറ്റും? അതിപ്പോൾ എൻ്റെ ഇതൊന്നും ചെയ്യാത്ത ഒരാളെ ഒരു ചുമത്തിയാലും കിടന്നേ പറ്റത്തുള്ളൂ. അതാ വകുപ്പിൻ്റെ കുഴപ്പം. അത് ഇപ്പോൾ ഒരാളെ കുത്തിക്കൊന്നു എന്ന് വേറൊരാൾ പറയുക, ഒരു ദൃസാക്ഷി വഴി പറയാം അയാളാണ് കുത്തിക്കൊന്നത്, ജയിലിൽ കിടന്നേ പറ്റൂ. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ ഒരു അസോസിയേറ്റ് ഡയറക്ടറാണ്. അപ്പം പുള്ളിക്കാരൻ പഠിപ്പിക്കാൻ പോയിട്ട് രക്ഷകർത്താക്കൾ പറഞ്ഞ് ഈ ചെറുക്കൻ ഭയങ്കര വഴക്കാളിയാ, പിന്നെ നീ ഒരു ഇടയ്ക്ക് ഒന്ന് വരട്ടിയേക്കണേ, ഞങ്ങളൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല, 2 അടി കൊടുത്തേക്കണേ എന്നിങ്ങനെ അച്ഛനും അമ്മയും പറഞ്ഞു. കക്ഷി ഇങ്ങനെ പഠിപ്പിക്കുന്ന ഇടയ്ക്ക് ഭയങ്കര എന്തോ കാണിച്ച സമയത്ത് 2 അടി, കാലേ 2 അടി കൊടുത്തു ചൂരിൽ വെച്ച്. സ്കൂളിൽ ചെന്ന സമയത്ത് ഇതിങ്ങനെ അധ്യാപകരാരോ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അവിടുത്തെ ചൈൽഡ് വെൽഫെയറിൻ്റെ ആൾക്കാർ കൊണ്ട് കണക്ട് ചെയ്യിപ്പിച്ചു. ഈ പാമ്പ് പിടിച്ചവൻ 2 മാസം ജയിലിലായിരുന്നു പോക്സോ കേസിൽ. അപ്പോൾ അത് എന്ത് ചെയ്തു? നമ്മൾ ചെയ്തതിൻ്റെ കുഴപ്പമല്ലത്, ആ വകുപ്പിൻ്റെ പ്രശ്നമാണ്. നമ്മൾക്കെതിരെ തെളിയിക്കപ്പെടുന്ന വിചാരണയല്ലേ. പോലീസ് ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ ഇന്ന ആൾ ഇന്ന കേസുകളിൽ പ്രതിയാണെന്ന് പറഞ്ഞൊരു വകുപ്പങ്ങ് എഴുതി വെച്ച് കഴിഞ്ഞാൽ അവർ ഏതൊക്കെ വകുപ്പ് ആഡ് ചെയ്യുന്നു ആ വകുപ്പ് നിലനിൽക്കുമോ ഇല്ലയോ എന്നത് പിന്നീട് കോടതിയിൽ തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പം കുറ്റകൃത്യത്തിൽ നേരിട്ട് ഏർപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൂട്ടബലാത്സംഗത്തിൽ നേരിട്ട് ഏർപ്പെട്ടിട്ടുള്ള ഒരാൾക്കെതിരെ ചുമത്തേണ്ട ഒരു വകുപ്പാണ് 376B. അതിപ്പം ഗൂഢാലോചന ചെയ്തു എന്ന് പറയുന്ന ആൾക്കെതിരെ അത് തന്നെ ചുമത്തിയേക്കുന്നത്. അതിപ്പോൾ ചില കൊലപാതക കേസ് വരുന്ന സമയത്ത്, ചില ചന്ദ്രശേഖരൻ വധക്കേസൊക്കെ വന്ന സമയത്തും ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാർക്കും ഈ സെയിം വകുപ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ആ ഗൂഢാലോചന എന്ന് പറയുന്നത് തെളിയിക്കണം. അല്ലാതെ വെട്ടിക്കൊന്നവൻ വന്നിരുന്നുകൊണ്ട് പറയാം ഇന്നാൾ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ അവന് വേറൊരാൾ കാശ് കൊടുക്കുക. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ദിലീപിനെ തകർക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഇതേ കുറ്റകൃത്യം വേറെ കുറേ കാശുള്ള ടീമുകൾ പ്ലാൻ ചെയ്യുന്നു. പൾസർ സുനിക്ക് 5 കോടിയോ 10 കോടിയോ അവർ രഹസ്യമായി ഓഫർ ചെയ്യുന്നു. പകരം നീ ഇത്രയും പറഞ്ഞാൽ മതി, നീ പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ദിലീപിൻ്റെ പേര് പറഞ്ഞേക്കണം. എന്താ ഞാൻ ഈ പറയുന്നത് ലോജിക്കലി ചിലപ്പം കണക്റ്റ് ആയിക്കൂടെ? കാരണം അവർക്ക് ഇയാൾ നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുക.
ഇവരെടുക്കുന്ന സിനിമകൾ ഇവരുദ്ദേശിക്കുന്ന കണക്ക് വിൽക്കാൻ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷന് ചെല്ലുമ്പോഴോ മറ്റു കാര്യങ്ങൾ ചെല്ലുമ്പോഴോ ഒക്കെ തന്നെ ദിലീപ് ഒരു തടസ്സമാണ് അവർക്ക്. അങ്ങനെ തങ്ങൾക്ക് തടസ്സമായി വരുന്ന ഒരാളെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇല്ലാതാക്കണം. ഇപ്പം നമ്മുടെ കേരളത്തിൽ ബാർ അടച്ചു കൂട്ടിയ സമയത്ത് ഉമ്മൻചാണ്ടി സർക്കാരാണല്ലോ ബാർ പൂട്ടിയത്. അപ്പം ബാറുകാരെന്ത് വിചാരിക്കും? ഉമ്മൻചാണ്ടി ഏത് വിധേനയും താഴെ ഇറക്കണം. കാരണം അയാൾ നമുക്ക് ശല്യമായി. ഉമ്മൻചാണ്ടി സുധീരനോട് ചേർന്ന് ഞങ്ങളുടെ ജീവിതം ഇല്ലാതാക്കിയത് എന്നാണ്. ഓരോ കാര്യം കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ദിവസം ലക്ഷക്കണക്കിന് രൂപ വരുമാനമുള്ള തങ്ങളുടെ ഒരു വ്യാവസായിക സ്ഥാപനം ഒരു സർക്കാർ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൂട്ടിയിട്ട് ഇവനൊക്കെ സന്തോഷിച്ച് ഇവനൊക്കെ അധികാരത്തിൻ്റെ ലാളനെ ഇരിക്കണ്ട. അവിടെ അവരൊന്നിക്കും. അവിടെ കേരളത്തിലെ എല്ലാവരും ഒന്നിക്കും. അവർ ചിന്തിക്കും ഇനി അടുത്ത ആര് വന്നാൽ നമുക്ക് നിൽക്കാൻ പറ്റും. അപ്പോൾ അവർ തീരുമാനം എടുക്കും. കാശ് എത്ര കൊടുത്താലും വേണ്ടിയില്ല, LDF വേണ്ടി വോട്ട് പിടിക്കുക. നേരെ LDF അടുത്ത് ചെല്ലും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരമാവധി പണിയെടുക്കാം. കാരണം ഞങ്ങളിപ്പോൾ തരുന്നപ്പം ഒരു 800 ബാറുകാരനുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ വെച്ച് ഞങ്ങൾ ഓരോ ബാറുകാരും തന്നാലും 800 ഇൻറ്റു 5 ലക്ഷം എന്ന് പറയുമ്പോൾ 40 കോടി രൂപ. ആയിക്കോട്ടെ, അത് മേടിച്ച് കൈവച്ചാൽ അല്ലെങ്കിൽ അത് മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരമാവധി ഞങ്ങളുടെ സോഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇത് സ്വാഭാവികമല്ല ഈ നാട്ടിൽ നടക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇവർ നിലനിൽപ്പുണ്ടോ? ഉമ്മൻചാണ്ടി തന്നെ വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ബാർ തുറക്കത്തില്ലല്ലോ. അന്ന് വലിയ ഡയലോഗ് ഇടതുപക്ഷ സർക്കാർ അടിച്ചിട്ടുണ്ട്, ഞങ്ങൾ മദ്യം നിർത്താൻ പോവാണ് ജനങ്ങൾക്ക് വേണ്ടി. എന്താ കുന്തവാ? ഇവരാരും ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഇവർ ബാറുകാർക്കൊപ്പം നിന്നുകൊണ്ട് യഥാർത്ഥത്തിൽ ബാർ തുറക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ബാറുകാരെന്ന് കാശ് മേടിച്ച് ബാർ തുറന്നു കൊടുത്തു. മറ്റേവർ ആക്ച്വലി അഴിമതിക്കാർ LDFകാരാണ്. അല്ലെങ്കിൽ കാശ് മേടിച്ച് തുറന്നു കൊടുക്കുന്നവരാണ് അഴിമതിക്കാരൻ, അടച്ചു പൂട്ടുന്നവരാണ് അഴിമതിക്കാരൻ. ഇത് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലെയും നമ്മൾ ലോജിക്കോടുകൂടി കണ്ടാൽ മതി. ഇങ്ങനെ സംസാരിക്കാനേ ഒരുപാടുണ്ട്. ഇപ്പം ഡിജിറ്റലൈസേഷൻ, അതായത് ഇന്ത്യ മഹാരാജ്യത്തേക്ക് കോർപ്പറേറ്റുകൾക്ക് കടന്നു വരണം. അപ്പോൾ നരേന്ദ്രമോദി പോയിട്ട് ലോക കോർപ്പറേറ്റുകളോടൊക്കെ സംസാരിക്കുക. ഞാൻ പറഞ്ഞപ്പോൾ ആമസോൺ, ഫേസ്ബുക്ക് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഇവരോടൊക്കെ പറയുകയാണ് നമ്മൾ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അവർ ചോദിക്കുകയാണ് ഞങ്ങളിപ്പോൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ എങ്ങനെയാണ് ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യും? അവിടെ ആൾക്കാരെല്ലാം കാശ് കൊടുത്ത് സാധനം മേടിക്കുന്ന ആൾക്കാരല്ലേ. ഞങ്ങളുടെ പ്രോഡക്റ്റ് കാശ് കൊടുത്താൽ ചിലപ്പോൾ കിട്ടത്തില്ല, ഡിജിറ്റലേ കിട്ടത്തുള്ളൂ. അപ്പം മോദി പറയാപ്പോൾ അതിനിപ്പോൾ എന്താ വേണ്ടത്? അതിന് വേറൊന്നും വേണ്ട, നിങ്ങളുടെ രാജ്യം ഡിജിറ്റലാക്കാൻ നോക്ക്, ഞങ്ങൾ വരാം. അപ്പോൾ എന്താണ്? അത് പൈസ പിൻവലിക്കണം, മണി അവിടെ റോൾ ചെയ്യുന്നത് സ്റ്റോപ്പ് ആവണം. കാരണം 140 കോടി ജനതയുള്ള രാജ്യത്തിൻ്റെ 50% ജനത ഡിജിറ്റലായി കഴിഞ്ഞാൽ അമേരിക്ക 33 കോടി ജനതയുള്ളൂ. അതിൻ്റെ 80% പേര് ഡിജിറ്റലായാലും 24 കോടിയേ വരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ 2 ഇരട്ടി കിട്ടും ഇവിടുത്തെ 50% ജനത ഡിജിറ്റലായി കഴിഞ്ഞാൽ. അപ്പോൾ മോദിയോട് പറയുകയാണ് നിങ്ങൾ ചെയ്യൂ, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റു. ഇവിടെ വരുന്നു, ഒരു സുപ്രഭാതത്തിൽ നോട്ട് പിൻവലിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും പെട്രോളിൻ്റെ വില കുറയും, മറ്റേത് കുറയും, മറിച്ചത് കുറയും. ഇപ്പം 4 ലക്ഷം കോടി തിരിച്ചു വരത്തില്ല. ആ 4 ലക്ഷം കോടിക്ക് നമ്മൾ വീണ്ടും നോട്ട് അടിക്കും. ഒരു നോട്ട് അടിക്കാൻ പോകുന്നില്ല. കയ്യിൽ പൈസ പണമുള്ളവൻ ആരെങ്കിലും കൊണ്ട് കത്തിക്കുമോ? ഒരിക്കലും ചെയ്യില്ല. ഒരു ബോധമില്ലാതെ അന്ന് പലരും പല ചർച്ചകളും കാര്യങ്ങളും എല്ലാം നടത്തി. പക്ഷേ എന്താ സംഭവിച്ചത്? ഡിജിറ്റലായി കഴിഞ്ഞതിന് ശേഷം ആമസോണിൻ്റെ 30,000 കോടി, വാൾമാർട്ടിൻ്റെ പൈസ, മൈക്രോസോഫ്റ്റിൻ്റെ പൈസ ടക്കനെ എന്ന് പറഞ്ഞ് ഇവിടേക്ക് വന്നു. നമ്മൾ അന്ന് പലരും പുച്ഛിച്ചു, ഗൂഗിൾ പേ ഇതൊക്കെ ആര് ചെയ്യും ചെയ്യും. ഇന്ന് ഞാനും ഈ പറഞ്ഞ കണക്ക് പൈസ കൈകൊണ്ടുവന്ന കാലം ഞാനും മറന്നു. നമ്മൾ മൊബൈൽ ഫോൺ മാത്രമായിട്ട് മാറി നമ്മുടെ മണി സോഴ്സ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് 2.5 ലക്ഷം രൂപ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് സ്വൈപ്പായി പൈസ നഷ്ടപ്പെട്ടു. അതായത് ഇതെല്ലാം തന്നെ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വളരെ ഈസിലി ഇന്ന് ബെറ്റിംഗ് ആപ്പുകളൊക്കെ വളരെ സജീവമാണ്. ഷെയർ മാർക്കറ്റിൽ ഭയങ്കരമായി ബൂം ചെയ്തു. കാരണം എല്ലാവർക്കും മൊബൈൽ മതി, ട്രേഡ് ചെയ്യാനും പരിപാടിയും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പൈസ ഇടാനും എടുക്കാനും ഒന്നും നമുക്ക്, അതായത് ഈ ലോക കോർപ്പറേറ്റുകൾക്ക് ഒരു വലിയ സമൂഹത്തെ വളരെ ഈസിലി അവരുടെ കൈകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു ഡിജിറ്റലൈസേഷൻ. അതിന് അത്രയും പൈസ ഇവിടത്തേക്ക് അവർ പമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നീട് കോവിഡ് വന്ന സമയത്തും അത് കൂടുതൽ ബൂമായി. എന്തായിരുന്നു അവർ ആഗ്രഹിച്ചത്? ബൂമായി. ഇപ്പോൾ ഇവിടെ വാട്സപ്പ്, നമ്മുടെ ടിക്ടോക്ക് നിരോധിച്ചു. അന്ന് എല്ലാവരും പറഞ്ഞു ചൈനയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ടിക്ടോക്ക് നിരോധിച്ചതെന്ന്. പിന്നെ ചൈന പോലൊരു രാജ്യത്തെ തകർക്കാൻ അവിടുത്തെ ഒരു കേവലം ആപ്പാണ് നിരോധിക്കേണ്ടത്? അല്ല. ലോകത്തെ ഏറ്റവും സോഷ്യൽ മീഡിയ ഭരിക്കുന്ന 10 ആപ്പുകളെന്ന് പറയുന്നത് 10 ആപ്പുകളിൽ 2 ചൈനയുടെ വീചാറ്റും ടിക്ടോക്കും. അതിൽ തന്നെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആപ്പ് എന്ന് പറയുന്നത് ടിക്ടോക്കാണ്. അപ്പോൾ ടിക്ടോക്കിനെ ഇല്ലാതാക്കണം. കാരണം ഇപ്പം മീഡിയയുടെ പ്രത്യേകത എന്താ? ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് പ്രചരിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റും അല്ലേ? നമ്മൾ രാവിലെ TV തുറന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വെള്ളപ്പൊക്കമാണ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത് പൊട്ടിയെന്ന് എന്തെങ്കിലും, അല്ലെങ്കിൽ ചുമ്മാതെ ഒരു ന്യൂസ്, ഒരു അദൃശ്യമായ ദൃശ്യങ്ങളോട് കാണിച്ചുകൊണ്ട്, വ്യക്തമല്ലാത്ത ദൃശ്യങ്ങളോട് കാണിച്ചുകൊണ്ട് അത് പരക്കുന്നു, സ്പ്രെഡാവുന്നു എന്ന് പണ്ട് കാലത്ത് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ അങ്ങനെയാണെന്ന് വിശ്വസിക്കും. അല്ലെങ്കിൽ നമ്മുടെ നാട് മുഴുവൻ ഒരു വൈറസ് ഇറങ്ങി എന്ന് പറഞ്ഞാലും എന്താ ഏതെന്ന് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ജനത വിശ്വസിക്കും. കാരണം നമുക്ക് സത്യത്തിലെ അറിയാൻ നമുക്ക് പറ്റാത്തൊരു സാഹചര്യത്തെ സൃഷ്ടിക്കാൻ മാധ്യമങ്ങൾ വിചാരിച്ചാൽ പറ്റും. മാധ്യമങ്ങൾ അവിടെ അതാണ് ധർമ്മം എന്ന് പറയുന്ന, നീതി പുലർത്തുക നമ്മൾ പറയുന്ന കാര്യം. വേണമെങ്കിൽ തിരിച്ചു ചെയ്യാം. അപ്പോൾ അമേരിക്ക പോലൊരു രാജ്യത്തിന് ടിക്ടോക്ക് പോലത്തെ ഒരു പ്ലാറ്റ്ഫോം തടസ്സമാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇത്തരം ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആപ്പുകൾ ചൈനയുടെ കയ്യിൽ കിടക്കുമ്പോൾ അവൻ അവിടെ ഇരുന്ന് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ ഈ ടിക്ടോക്കിന് പറ്റും.
അതായത് യൂട്യൂബിലൂടെ ഒരു കാര്യം, ഒരു ഫേക്കായിട്ടുള്ളൊരു കാര്യം സ്പ്രെഡ് ചെയ്താൽ, ഇപ്പം നമ്മൾ കൊറോണയ്ക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ ആ പോസ്റ്റ് റിമൂവ് ആവും. കാര്യം ഫേസ്ബുക്ക് സമ്മതിക്കത്തില്ല അത് സ്പ്രെഡ് ചെയ്യാൻ. അത് മറ്റേ അവരുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് വയലൻസിനെതിരെ ബ്ലോക്ക് ചെയ്യും. യൂട്യൂബ് ചെയ്താലും ബ്ലോക്ക് ചെയ്യും. ടിക്ടോക്ക് ബ്ലോക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു വാർത്ത സ്പ്രെഡാവും. അത് ഇന്ത്യ പോലൊരു രാജ്യത്ത് സ്പ്രെഡാവാതിരിക്കണമെങ്കിൽ ടിക്ടോക്ക് ഇല്ലാതാകണം. പകരം ആ സെയിം സമയത്ത് 43,000 കോടി രൂപയാണ് ഫേസ്ബുക്ക് അംബാനിക്ക് കൊടുത്തത്. പകരം എന്ത് ചെയ്തു? അംബാനിക്ക് സ്വാധീനിക്കാനുള്ള ശേഷിയുണ്ടല്ലോ, അദ്ദേഹത്തിലൂടെ ഇവിടെ ടിക്ടോക്ക് നിരോധിക്കുകയും പകരം ഇൻസ്റ്റാഗ്രാം വരുന്നു. ഇൻസ്റ്റാഗ്രാം ഫോട്ടോസ് മാറി റീൽസ് വരുന്നു. എന്താണ് ടിക്ടോക്കിൽ നിന്ന് ഇവിടുത്തെ ജനത ആഗ്രഹിച്ചത്? നേരെ ഇൻസ്റ്റാഗ്രാമിലൂടെ അത് സപ്ലൈ ചെയ്യാൻ ഫേസ്ബുക്കിന് പറ്റുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതൊക്കെയാണ് എൻ്റെ പരിപാടി ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ. എന്തായാലും ദിലീപ് വിഷയത്തിലും നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിലും സത്യസന്ധമായ നീതിന്യായ വ്യവസ്ഥയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിരപരാധികളാണെങ്കിൽ അത് ശിക്ഷിക്കപ്പെടാതെയും, എന്നാൽ കൃത്യമായിട്ട് അത് ചെയ്ത ആൾക്കാർ ശിക്ഷിക്കപ്പെടട്ടെ എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അഖിലിനോട് സംസാരിക്കുമ്പോൾ എനിക്ക് രണ്ട് കാര്യം തോന്നുന്നത്. ചില സമയത്ത് അഖിൽ ഭയങ്കര ഒരു മെയിൽ ഷോവനിസ്റ്റാണ്, അല്ലെങ്കിൽ ചില സമയത്ത് ഭയങ്കര ഫെമിനിസ്റ്റാണ്. അപ്പോൾ ശരിക്കും അഖിൽ ഒരു മെയിൽ ഷോവനിസ്റ്റാണോ അല്ലെങ്കിൽ ഒരു ഫെമിനിസ്റ്റാണോ? ഇതെല്ലാം തന്നെ സാഹചര്യമാണ്. എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടല്ലോ. ഞാൻ ഒരാളെ എതിർക്കുന്നതും അനുകൂലിക്കുന്നതും ആണെന്നോ പെണ്ണെന്നോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നും നോക്കിയിട്ടല്ല വിഷയം. എൻ്റെ മുന്നിൽ വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ രാഷ്ട്രീയത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം ഒരു പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നല്ലതെന്ന് പറയുമ്പോൾ മാത്രമേ ആ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ചെയ്യുന്ന തെറ്റായ കാര്യത്തെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ ജനത്തിന് ആ പ്രതിപക്ഷ നേതാവിനെ വിശ്വാസത്തിലെടുക്കാൻ പറ്റൂ. ഇപ്പം ഞാൻ സ്ത്രീകൾക്ക് അനുകൂലമെന്ന് തോന്നുന്ന വിഷയങ്ങളിൽ എൻ്റെ ഫോണെടുത്ത് ഞാൻ ഇപ്പോഴും കാണിക്കാം. ഇന്നലെയും എനിക്ക് വന്നേക്കുന്ന, അതായത് ഈ കേസ് വരെ കൊടുത്തിട്ട്, ഇപ്പോൾ കേരള പോലീസിലെ ഒരു ഉന്നതൻ പീഡിപ്പിച്ച ഒരു കേസിൽ പോലീസ് ആ കുട്ടിയെ എത്രത്തോളം ഇട്ട് വലച്ചു, ഇതുവരെയും കേസ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉൾപ്പെടെ DGPക്ക് കൊടുത്ത പരാതി ഉൾപ്പെടെ എന്തിനാണ് എനിക്ക് അയച്ചു തരുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അവരുടെ ഒരു വിശ്വാസം കൊണ്ടാകാം. ഇന്നലെ മറ്റൊരു പെൺകുട്ടി ദുബായി തന്നെ വർക്ക് ചെയ്യുകയാണ്. ആ പെൺകുട്ടി കൈ മുറിച്ച് ചോര മൊത്തം ഒലിപ്പിച്ചെടുക്കുന്ന ഒരു വീഡിയോ ഉൾപ്പെടെ അത് കൊടുത്ത പരാതികളും അതിൻ്റെ അശ്ലീല ദൃശ്യങ്ങൾ കാമുകൻ പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് പോലീസിൽ കേസ് കൊടുത്തിട്ട് കൃത്യമായ നടപടി എടുക്കാത്ത പോലീസുകാരുടെ റിപ്ലൈ ഉൾപ്പെടെ, പിന്നെ ആ കുട്ടി ഇപ്പം DGPക്ക് കംപ്ലയിൻറ്റ് ചെയ്ത് DGP ട്രിവാൻഡ്രം SPക്ക് ഫോർവേഡ് ചെയ്തതിൻ്റെയൊക്കെ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ആ കുട്ടി പറയുന്ന അഖിലേട്ടൻ ഇതൊന്ന് അഡ്രസ്സ് ചെയ്യണം. പക്ഷേ നമുക്കങ്ങനെ ഇൻഡിവിജ്വൽ വിഷയങ്ങൾ ഇങ്ങനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയവും സാഹചര്യവും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ പിന്നാലെ എല്ലാം നടക്കാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് അതായത് ഒരു വിഷയത്തിൽ നീതി സ്ത്രീക്കൊപ്പമാണെങ്കിൽ സ്ത്രീക്ക് വേണ്ടി സംസാരിക്കും, നീതി പുരുഷനൊപ്പമാണെങ്കിൽ പുരുഷന് വേണ്ടി സംസാരിക്കും. ഒരിക്കലും അത് ട്രാൻസിനൊപ്പമാണെങ്കിൽ ട്രാൻസിന് വേണ്ടി സംസാരിക്കും. ഇപ്പം ഞാൻ കഴിഞ്ഞ സീസണിൽ, ഞങ്ങളുടെ സീസണിൽ നാദറയ്ക്ക് പരിപൂർണ്ണ പിന്തുണ കൊടുത്ത ഒരാളാണ്. ആ പിന്തുണ എനിക്കൊരിക്കലും ഈ സീസണിലെ ജാൻമണിക്ക് കൊടുക്കാൻ തോന്നത്തില്ല. കാര്യം നാദറയല്ല ജാൻമണി. സ്വഭാവങ്ങളും പ്രവൃത്തികളും വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് നമ്മുടെ റിയാക്ഷൻ വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരാൾ എങ്ങനെ പെരുമാറുന്നു അയാളെ നമ്മൾ സ്നേഹിക്കും. ഇത് എന്ത് വിഷയമായാലും, ഇപ്പം നമ്മളൊരു TV കാണുന്നു, ആ TV ആ ഒരു പ്രോഗ്രാം നമുക്ക് ഇഷ്ടമായിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കണം, അഖിൽ ചില സമയത്ത് ഏഷ്യാനെറ്റ് ഇരുന്ന് കാണും, ചില സമയത്ത് കൈരളി ഇരുന്ന് കാണും, ചില സമയത്ത് അങ്ങനെ ചോദിച്ചാൽ എനിക്കതിനകത്ത് വ്യത്യസ്ത പ്രോഗ്രാമുകളാണ് ഇഷ്ടം. അതേപോലെ വിഷയങ്ങളും അങ്ങനെ ആയിരിക്കും. എൻ്റെ മുന്നിലേക്ക് എത്തുന്ന വിഷയങ്ങളിൽ എന്നെ വേണമെങ്കിൽ മെയിൽ ഷോവനിസ്റ്റ് ആക്കാം, അല്ലെങ്കിൽ അതാക്കാം, ഇതൊക്കെ അത് അറിയാവുന്ന. പക്ഷേ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഉന്നയിക്കുന്ന വിഷയത്തിനകത്ത് ഞാനൊരു എൻ്റേതായ ഒരു ശരി മനുഷ്യത്വത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന, നീതിയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു ശരിക്ക് വേണ്ടി തന്നെ ഞാൻ എപ്പോഴും സംസാരിക്കും. അല്ലാണ്ട് ഇപ്പോൾ എൻ്റെ നിങ്ങളിപ്പോൾ എൻ്റെ ഒരു വലിയ ശത്രുവിനെ കുറിച്ച് എൻ്റെ അടുത്തിരുന്ന് കുറ്റം പറഞ്ഞാൽ അത് കറക്റ്റ് കുറ്റമല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഡിഫെൻഡ് ചെയ്യും. ഞാൻ അയാൾക്ക് വേണ്ടി സംസാരിക്കും. എനിക്ക് ഇഷ്ടമല്ല. എനിക്കങ്ങനെ അയാളെൻ്റെ മറ്റേ അഖിലിനെ കുറേ ദ്രോഹിച്ചല്ലേ, എന്നാൽ ഒരു കാര്യം ചെയ്യാം, അവനെ പറ്റി 4 കുറ്റം പറഞ്ഞ് അഖിലിൻ്റെ പ്രീതി പിടിച്ചു പറ്റാം. എനിക്ക് ഒട്ടും വർക്കാവത്തില്ലത്. ഞാൻ തിരിച്ച് സംസാരിക്കും. ഇപ്പോൾ പറഞ്ഞില്ലേ ഇങ്ങനെ ഓരോരുത്തരും അവരുടെ വിഷയങ്ങൾ, സ്വകാര്യ വിഷയങ്ങൾ പോലും അഖിലിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന്. ഇപ്പോൾ ശരിക്കും അഖിലിനൊരു സ്വയം ഒരു ഐഡന്റിറ്റി ക്രൈസിസ് തോന്നുന്നുണ്ട്. ഞാൻ എന്താണ്, ഞാൻ ഇൻഫ്ലുവൻസ്? അത് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ അത് നല്ലൊരു ചോദ്യമാണ്. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമെന്നാണ്. കാരണം കുറേ ആൾക്കാർക്ക് നമ്മുടെ അടുത്തൊരു വിശ്വാസമുണ്ട്. ഇപ്പം നമ്മൾ ആരുടെ അടുത്തായിരിക്കും പൈസ കടം ചോദിക്കുന്നത്? തരുമെന്ന് വിശ്വാസമുള്ളവൻ്റെ അടുത്തല്ലേ. നമ്മുടെ ചിലപ്പോൾ അടുത്ത സുഹൃത്തായിരിക്കും, പക്ഷേ നമുക്കറിയാം അവനോട് ചോദിച്ചിട്ട് കാര്യമില്ല, അവൻ തരത്തില്ല. ചിലയിടത്ത് നമ്മൾ ചോദിക്കും, ചിലപ്പം അവൻ ഒരിക്കൽ തന്നാൽ അവനോട് തന്നെ നമ്മൾ വീണ്ടും ചോദിക്കും. ഇതാണ് ഇപ്പോൾ എൻ്റെ ഒരു പ്രശ്നം. അതായത് നമ്മുടെ അടുത്ത് ഒരാൾക്ക് അയ്യോ അഖിലേട്ടനോട് പറഞ്ഞാൽ അതെന്തെങ്കിലും നടക്കും, അല്ലെങ്കിൽ അയാളുടെ സംസാരിക്കാം എന്ന് തോന്നുന്ന ആ ഒരു വിശ്വാസത്തിൻ്റെ ഒപ്പം എത്രത്തോളം സഞ്ചരിക്കാൻ പറ്റുമെന്നുള്ളൊരു പേടി എനിക്കുണ്ട്. ഞാൻ എന്താണ് അടുത്ത് ചെയ്യേണ്ടത്? ഇപ്പോൾ എനിക്കൊരു ഫിലിം ഡയറക്റ്റ് ചെയ്യണമെന്നും ഒരാഗ്രഹമുണ്ട്. അത് ചെയ്യണം വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു സബ്ജക്റ്റ് ഞാൻ കൊള്ളാം, അതായത് തിയേറ്ററിലൊക്കെ വർക്കാകാൻ കഴിയും എന്ന് തോന്നുന്ന ഒരു സബ്ജക്റ്റ് ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയൊരു ശ്രമത്തിലാണ്. അതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രം ഇങ്ങനെ മനസ്സിലിട്ട് കുറേ കഥകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ
ചെയ്യണ്ട, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു നിർമ്മാതാവ് വന്ന് അയാളെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ച് അയാളെ കൊണ്ട് കുഴിച്ചാടി ഇനി അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല. മാത്രമല്ല നമ്മളെ പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ സിനിമയുടെ കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ എന്നെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതൊരു പ്രശ്നമാണ് നമ്മളെ സംബന്ധിച്ച്. ഇപ്പോൾ തീരുമാനത്തിലെത്തിയോ ഞാൻ എന്താണ് എന്നൊരു സാധനത്തിലേക്ക് എത്തിയോ? ഞാൻ എനിക്ക് തോന്നുന്നത് ഭാവിയിൽ ഞാൻ ഈ പറഞ്ഞ വല്ല പൊതുപ്രവർത്തകനോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് വല്ല സ്പീക്കറൊക്കെ ആയിട്ടൊക്കെ ഇരുന്നൊക്കെ പോയേക്കാം. ഇതൊക്കെ ആയിരിക്കും. അല്ല ഇങ്ങനെ ഓഡിയൻസൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും നമ്മൾ സദ്ഗുരു എന്ന് പറഞ്ഞ് താരതമ്യം ചെയ്യല്ലോ കേട്ടോ. ഞാൻ പറഞ്ഞത് എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു 50 വയസ്സൊക്കെ കഴിയുന്ന സമയത്ത് ഈ കുടുംബജീവിതമൊക്കെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ നമ്മളേതായ കുറേ ഇൻ്റലക്ച്വൽ തോട്ടുകളും കാര്യങ്ങളുമായിട്ട് ജനത്തെയൊക്കെ അഡ്രസ്സ് ചെയ്ത് എല്ലാവരും അഖില് പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കൊടുത്ത് അവരെ നമ്മൾ, അതായത് അതിന് എനിക്ക് ചില വേർഷൻസ് കാണാൻ പറ്റും പല വിഷയം. ഇപ്പം ഞാൻ ഈ ദിലീപ് വിഷയത്തിൽ കണ്ടതുപോലെ എല്ലാ വിഷയത്തിനകത്തും ഒരു കോറുണ്ടാവും. വിഷയം ആരംഭിച്ച് തുടങ്ങുന്നതിൻ്റെ ഉള്ളിലൊരു കോറുണ്ടാവും. ആ കോറ് കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിൽ നിന്നാണല്ലോ ഇതെല്ലാം ഉണ്ടാവുന്നത്. ഞാൻ തുടക്കത്തിൽ ആ വിഷയത്തിൽ ഞാൻ പറഞ്ഞത് എന്താണ് ആ വിഷയം. അപ്പം അത് ഒരാളുടെ ജീവിതം തകർക്കണം, എങ്ങനെ തകർക്കണം, അയാളെ നാറ്റിക്കണം, ഏത് രീതിയിൽ നാറ്റിക്കണം, അശ്ലീല ദൃശ്യങ്ങൾ പകർത്തി നാറ്റിക്കണം, അശ്ലീല ദൃശ്യങ്ങൾ എങ്ങനെ പകർത്തണം, അത് ഓടുന്ന ഒരു വാഹനത്തിനകത്ത് വെച്ചിട്ട് നമുക്ക് പകർത്താം, അത് വേണോ ഒരു റൂമിനകത്ത് വെച്ച് വേണോ, റിസോർട്ടിൽ വെച്ച് വേണോ, അവളുടെ ഫ്ലാറ്റിൽ പോയി വേണോ, ഏത് രീതിയിൽ വേണം, അത് നമുക്ക് ഓടുന്ന കാറിൽ മതി. അതായത് ഞാൻ പറഞ്ഞത് അതിൽ നിന്നാണല്ലോ ആരംഭം, ഇതാണല്ലോ ബേസ്. അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ഇതും ഇല്ലാതെ പോയിട്ട് അങ്ങനല്ല. അപ്പം ആ ബേസ് ചിന്തിക്കും. അപ്പോൾ ആ ബേസിലേക്ക് എത്തുന്ന സമയത്ത് അതങ്ങനെ സംഭവിക്കുമോ, അതിങ്ങനെ ചെയ്യുമോ, അത് കറക്റ്റാണോ, അല്ല ലോജിക്കലി അത് വരില്ല. അല്ലെങ്കിൽ പിന്നെ അതിന് ശേഷം സംഭവിച്ചു, ഒരാൾ അകത്ത് പോയ ആളൊരു മൊഴി കൊടുക്കുന്നു, കുറച്ച് നാൾ കഴിഞ്ഞ് അയാൾ വേറൊരു മൊഴി പറയുന്നു, പോലീസ് വരുന്നു, ഇയാൾ എന്തിനു പോകണം, അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒളിവിൽ പോയിക്കൂടെ, അയാൾ കോൺഫിഡൻ്റായിട്ട് പോകണം, അയാൾ എന്തിനു മാധ്യമപ്രവർത്തകരെ വെറുപ്പിക്കണം, അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാധ്യമപ്രവർത്തകരെ വെറുപ്പിക്കുമോ. അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്തി ആ ഉത്തരങ്ങളിൽ നിന്ന് ഞാൻ സംശീകരിച്ചെടുക്കുന്ന ഒരു ശരിയുണ്ട്. ആ ശരിയിൽ ഞാൻ ഉറച്ചങ്ങ് വിശ്വസിക്കും. എനിക്ക് ഒരു തെളിവും വേണ്ട, അതാണ് എൻ്റെ ശരി. അതായത് നമ്മുടെ മുന്നിൽ വന്ന് കരയുന്നൊരുത്തൻ്റെ മുഖത്തുനിന്ന് തന്നെ എനിക്ക് മനസ്സിലാവും അവർ റിയലായിട്ടാണോ കരയുന്നത്, ഫേക്കായിട്ടാണോ കരയുന്നത് എന്നുള്ളത്. അവൻ്റെ കൂടെ അങ്ങ് നിൽക്കും. അതായത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയും, അല്ലെങ്കിൽ അവൻ കള്ളനാണോ, അവൻ കള്ളക്കരച്ചിൽ കരയണം. അല്ല, അവൻ്റെ കരച്ചിൽ കാണുമ്പോൾ എനിക്കറിയാം. അതാണ് നേരത്തെ പറഞ്ഞ ഒരു ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. എന്നെ എപ്പോഴും നയിക്കുന്ന ഒരു ഇൻറ്റ്യൂഷൻ ആണെന്ന് താങ്കൾ പറഞ്ഞു. അത് തന്നെയാണ് എല്ലാ വിഷയത്തിലും. ഇപ്പം അടുത്ത് ഈ സിവിൻ്റെ വിഷയത്തിലൊക്കെ അങ്ങനെ അതൊക്കെ തന്നെയാണ്. അതായത് നമ്മൾക്കടുത്ത് ഒരാൾ പറയും നിന്നോ ഒപ്പമാണ്, അതുകൊണ്ട് എന്തായത് ചെന്നൈ പോലീസ് ആ വിഷയത്തിൽ കേസെടുത്ത് കഴിഞ്ഞു. എന്തായാലും ചെന്നൈയിൽ ഒരു കേസെടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലാതെ ഒരു കേസെടുക്കത്തില്ല ഇത്രയും വലിയൊരു കോർപ്പറേറ്റുള്ള ആൾക്കാർക്കെതിരെ. അതെ, സിബിൻ്റെ വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് ചോദിക്കാനുള്ളത് രാഷ്ട്രീയമാണ്. താങ്കളുടെ രാഷ്ട്രീയം എന്താണെന്നുള്ളതാണ്. കാരണം കുറച്ച് നാൾ കോൺഗ്രസ്സിൽ നിൽക്കുന്നു, പിന്നെ അതിനുശേഷം പിന്നീട് BJP-യിലേക്ക് വരുന്നു. പക്ഷേ മൂന്നാമതൊരു സ്ഥലത്തേക്ക് ഇതുവരെ പോയിട്ടില്ല. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു മാറിക്കളിക്കുന്നത് ഒരുപക്ഷെ നമ്മളുടെ ആശയങ്ങൾക്ക് ചേരാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത പ്രവർത്തികൾ ചെയ്യുന്നത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം. അപ്പം ഈ ഒരു രാഷ്ട്രീയ കൂടുമാറ്റമുണ്ടല്ലോ, അപ്പോൾ അത് എങ്ങനെയാണ് ഈ നിലവിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഏതെങ്കിലും പ്രവർത്തികളിൽ അരിഷ്ടം തോന്നിയിട്ടാണോ, അല്ലെങ്കിൽ അതിനോട് തോന്നുന്ന ഒരു വിമുഖതയാണോ? അല്ല, അതുകൊണ്ടല്ല. ഇത് ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഉദ്ദേശം ജനനന്മയാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പിന്നെ ഒരു പാർട്ടി പോരെ എന്ന് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. എല്ലാവരും ഒരു കാര്യമില്ല ആഗ്രഹിക്കുക. അപ്പോൾ അല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളിലൂടെ സഞ്ചരിക്കണം. അവരുടേതായ ഇഷ്ടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ശരി അവരുടെ ശരിയായിരിക്കും, ജനങ്ങളുടെ ശരിയായിരിക്കത്തില്ല. എനിക്കെല്ലായ്പ്പോഴും ജനങ്ങളുടെ ശരിക്കൊപ്പം നിൽക്കുന്ന സംസാരിക്കാനാണ് എനിക്കിഷ്ടം. ഇപ്പം ഞാൻ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന സമയത്തും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നൊരു തെറ്റ് വരുന്ന സമയത്ത് ജനങ്ങൾ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ജനങ്ങൾക്കൊപ്പം നിന്ന് സംസാരിക്കാനാണ് എനിക്കിഷ്ടം. എനിക്ക് കോൺഗ്രസിനെ ഡിഫെൻഡ് ചെയ്യാനല്ല ഇഷ്ടം. അങ്ങനെ ഡിഫെൻഡ് ചെയ്താൽ നാറിപ്പോവും. ജനത്തിന് മനസ്സിലാവും അത് തെറ്റാണെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ സിദ്ധാർത്ഥൻ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനെ നമ്മുടെ മറ്റേ വയനാട്ടിലെ ക്യാമ്പസിൽ കൊന്നു. അപ്പോൾ ഇടതുപക്ഷത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ രൂപപ്പെടുന്നു. അപ്പം നമ്മൾ പോയിട്ട് ഡിഫെൻഡ് ചെയ്യാനല്ല നിൽക്കേണ്ടത്. ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങളുടെ കുട്ടികൾക്ക് തെറ്റുപറ്റിയവർക്കെതിരെ നടപടിയെടുക്കും, ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഒന്നടങ്കം പറയുമ്പോഴാണ് ജനങ്ങൾ പറയുന്നത് അത് തന്നെയാണ് പാർട്ടി സഖാവെ നിങ്ങൾ ചെയ്യേണ്ടത്. ന്യായീകരിക്കാൻ പോയുമ്പോൾ നാറും, ഭയങ്കരമായി നാറും. ഇനി ന്യായീകരിക്കേണ്ട സമയത്ത് ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെന്ന് വെച്ചോളൂ, ഞാൻ പറയും സിദ്ധാർത്ഥിൻ്റെ പ്രതികളെയും ഒരൊറ്റ ഒരു SFI-കാരന്മാരെ ആ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കരുത്, എല്ലാത്തിനും നിങ്ങൾ പറഞ്ഞു വിടണം, അതിന് കൂട്ടുന്ന എല്ലാത്തിനും നിങ്ങൾ പിടിച്ചകത്തിടണം എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ പാർട്ടി വിരുദ്ധനായി. ഞാൻ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ അഭിപ്രായമല്ല പറയുന്നത്. അപ്പോൾ ഇത് എനിക്ക് വലിയ പ്രശ്നമായി മാറി ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത്.
അങ്ങനെയാണ് ഞാൻ കോൺഗ്രസിൽ നിന്ന് പോകുമ്പോൾ അതായത് നമ്മളുടെ അഭിപ്രായങ്ങളും പാർട്ടിയുടെ അഭിപ്രായങ്ങളും ചേരുന്നില്ല. പക്ഷേ അതേസമയം കോൺഗ്രസിൻ്റെ ഒരുപാട് കാര്യങ്ങളോട് ഭയങ്കര ഇഷ്ടവുമാണ്. BJPയുടെ അവർ മുന്നോട്ട് വയ്ക്കുന്ന മറ്റേ ദേശീയ ഹിന്ദുത്വ ബോധത്തിനകത്ത് നിന്ന് അവർ കാണിക്കുന്ന വർഗീയ കാഴ്ചപ്പാടുകൾ മാറ്റിവെച്ചാൽ ഞാൻ ഈ രാജ്യത്തെ ഏറ്റവും പെർഫെക്റ്റ് പാർട്ടി BJP എന്ന് പറയും. ഈ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും ബെസ്റ്റ് പാർട്ടി എൻ്റെ ഏതാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ഇവരുടെ, പക്ഷേ വർഗീയ കാഴ്ചപ്പാടുകളില്ലാതെ ഇവർ മുന്നോട്ട് പോകത്തതുമില്ല. അതാണിപ്പോൾ അവസാനം നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനങ്ങളെല്ലാം കണ്ടത്. വോട്ടിന് വേണ്ടിയിട്ട് ബേസിക്കലി ഇത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. അതില്ല. അതിപ്പോൾ ഞാൻ പറയാം, ഞാൻ നാളെ BJP പ്രവർത്തിക്കുന്നു വെച്ചാൽ അവരെൻ്റെ അടുത്ത് പറയണം, അഖിൽ ഇഷ്ടമുള്ള പോലെയാണ് പ്രവർത്തിച്ചു, ഇവിടെ ഞങ്ങൾ വർഗീയത അഖിൽ അങ്ങനെ പറഞ്ഞോ, എനിക്കെന്താ പിന്നെ BJP പ്രവർത്തിക്കാൻ തടസ്സം? ഇപ്പോൾ നരേന്ദ്രമോദി ഇപ്രാവശ്യം പറഞ്ഞത് മതേതരത്വത്തിനും ഭരണഘടനയ്ക്കും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്തവണ കയറുന്നത്. വളരെ സന്തോഷമുള്ള കാര്യം. അപ്പോൾ ഞാനും പറയാം, എന്നാൽ പിന്നെ മോദിക്ക് ഫുൾ സപ്പോർട്ട്. ഇത് പറഞ്ഞത് ബാക്കി വികസന കാര്യങ്ങളിൽ ഒരു പ്രശ്നങ്ങളും ഞാൻ കാണുന്നില്ല, ഒരു പ്രശ്നങ്ങളും ഇല്ല. അത്രയും നന്നായി തന്നെയാണ് അവരുടെ കാര്യങ്ങൾ അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്.